പാലായിൽ മുനിസിപ്പൽ തല സെൻസസ് പരിശീലന ക്ലാസുകൾക്ക് തുടക്കം. ശേഖരിക്കുന്ന വിവരങ്ങളിൽ പിഴവുകൾ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഉദ്യോഗസ്ഥർക്ക് വിശദമായി പരിചയപ്പെടുത്തി. പരിശീലന പരിപാടിക്ക് ധനീഷ് നേതൃത്വം നൽകി. ഭാരത് സെൻസസ് 2027 പാലായിൽ പരിശീലനം ആരംഭിച്ചു. ഭാരത് സെൻസസിന്റെ 2027 ഭാഗമായി പാലാ നഗരസഭാ പ്രദേശത്തെ സെൻസസ് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലന പരിപാടിയാണ് പാലാ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ചത്. പാലാ നഗരസഭാ പ്രദേശത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയുമാണ് എന്യൂമറേറ്റർമാരായി നിയോഗിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെ വീടുകളുടെ പട്ടിക തയ്യാറാക്കുകയും വീടുകളുടെ സെൻസസുമാണ് നടപ്പാക്കുന്നത്. രണ്ടാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരി മാസം സംഘടിപ്പിക്കും. പൂർണ്ണമായ ഡിജിറ്റൽ സെൻസസ് ആണ് നടപ്പിലാക്കുന്നത്. എന്യൂമറേറ്റർമാർക്ക് അനുവദിച്ചിരിക്കുന്ന HLO ആപ്പ് മുഖേനയാണ് വിവരശേഖരണം നടത്തുന്നത്. പരിശീലന പരിപാടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ NA, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P. ജോൺ എന്നിവർ സംസാരിച്ചു. ധനേഷ് MS, ശോഭ R. ശശിധരൻ എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനെ 3 ഡ്യൂട്ടിക്ക് മാത്രമേ ടീച്ചേഴ്സിനെ നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നത്. ഈ 3 ഡ്യൂട്ടിയിൽ അതില് ദുരന്ത നിവാരണത്തിന് ടീച്ചേഴ്സിനെ നിയമിക്കാൻ ചാൻസ് വളരെ കുറവാണ്, അല്ലേ? കോവിഡ് സമയത്ത് അതുപോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബാക്കി ഒരു ഡ്യൂട്ടിക്കും നിയമിക്കാറുള്ളത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ കേരളത്തിലാണെങ്കിലേ കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ഒരു 60% ടീച്ചേഴ്സാണ്, അല്ലേ? ടീച്ചേഴ്സാണ്. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ കുറച്ച് മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഫോഴ്സ്, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള അവരെ നമുക്ക് മറ്റ് ഡ്യൂട്ടികൾക്ക് നിയമിക്കാൻ പറ്റത്തില്ല. ഐഫോറിയ ന്യൂസ്, പാല.